പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വീണ്ടും സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം ആരംഭിച്ചു. ഇത് സംബന്ധിച്ച നിയമപരിശോധന തുടങ്ങി. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ CAA തന്നെ മുഖ്യപ്രചാരണ വിഷയമായി മാറ്റാനാണ് രാഷ്ട്രീയ പാർട്ടികൾ ഒരുങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് തന്നെ പൗരത്വ നിയമ ഭേദഗതി പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും തുടക്കമിട്ട് കഴിഞ്ഞു. വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയരുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിക്കാൻ നീക്കം തുടങ്ങി. ഇതിനായുള്ള നിയമപരിശോധന ആരംഭിച്ചു. അഡ്വക്കേറ്റ് ജനറൽ, മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവരുടെ നിയമോപദേശം ഇക്കാര്യത്തിൽ സർക്കാർ തേടി തുടങ്ങി. നിലവിൽ നിയമം നടപ്പാക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പുതിയ വിജ്ഞാപനം അനുസരിച്ച് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം പരിമിതമാണ്. സെൻസറിംഗ് ഡയറക്ടറേറ്റിന് കീഴിലുള്ള ജില്ലാതല സമിതികൾക്ക് അധികാരമുള്ളപ്പോൾ സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ ക്ഷണിതാക്കൾ മാത്രമാണ്. അതിനാൽ ഓരോ സംസ്ഥാനങ്ങൾക്കും എങ്ങനെ മാറി നിൽക്കാൻ കഴിയുമെന്ന നിയമപ്രശ്നമാണ് ബാക്കിയാകുന്നത്. പക്ഷേ അതിശക്തമായി CAA എതിർക്കുന്ന രാഷ്ട്രീയ നിലപാട് LDF പ്രഖ്യാപിച്ചു കഴിഞ്ഞു. AG's ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ മാർച്ചിൽ പൗരത്വ നിയമ ഭേദഗതിയുടെ പകർപ്പ് കത്തിച്ച് LDF പ്രതിഷേധം രേഖപ്പെടുത്തി. മറ്റ് പ്രതിപക്ഷ സംഘടനകളും പ്രതിഷേധ മാർച്ച് നടത്തി. തെരഞ്ഞെടുപ്പ് ചൂടുകൂടി നിലനിൽക്കുന്ന ഘട്ടത്തിൽ വരും ദിവസങ്ങളിൽ പുതിയ നിയമം മുഖ്യപ്രചരണായുധമായി കേരളത്തിൽ മാറും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.